യെസ്, അടുത്ത നമുക്ക് ബേസിൽ നോംസ് മുഴുവനായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് ഒരു കളർഫുൾ ആയിട്ടുള്ള നോട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇവിടെ നിന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ, സോ അപ്പോൾ ബേസിൽ നോംസ് ആരാണ്? ബേസിൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഗോൾ ഓഫ് സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ ബാങ്കിങ് സിസ്റ്റം എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കുക, റിസ്ക് ഒക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. സോ ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഫോക്കസസ് ഓൺ ദ റിസ്ക് ടു ബാങ്ക് ആൻഡ് മറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റിസ്കുകളാണ് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇനി ബേസൽ കമ്മിറ്റി എന്താണ്, അത് നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് 10, അതിന് G10 എന്ന് വെച്ച് കഴിഞ്ഞാൽ G10 മീൻസ് ഗ്രൂപ്പ് ഓഫ് 10 കൺട്രീസ് 1974 എന്ത് ചെയ്തത്, ഇത് ഫോം ചെയ്യുന്നത്. ഈ ബേസൽ കമ്മിറ്റി നമ്മൾ BIS ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് 1930 വരുന്നത്. ഓക്കെ, സോ ഇവിടെ 1974 ജർമ്മനിയിലെ ഹെർഷാറ്റ് ബാങ്ക് തകർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റി നിലവിൽ വരുന്നത് 1974. നിലവിൽ പിന്നീട് മെമ്പർഷിപ്പ് ഒക്കെ എന്ത് ചെയ്തു, പുതുക്കി ഏകദേശം 45ഓളം മെമ്പേഴ്സ് ഫ്രം 28 ജുറിസ്ഡിക്ഷനിൽ നിന്ന് 45ഓളം മെമ്പേഴ്സ് നിലവിൽ ഉണ്ട്. ഓക്കെ, ഒരു റെഗുലർ കോപ്പറേഷൻ ഫോർ ബാങ്കിങ് സൂപ്പർവിഷൻ മാറ്റേഴ്സിന്റെ ഒരു കോപ്പറേഷൻ എല്ലാവരും കൂടി സഹകരിച്ച് എന്ത് ചെയ്യുക, ഗ്ലോബലി എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, ക്വാളിറ്റി കൊണ്ടുവരാം, റിസ്ക് മാനേജ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരാതാണ്. ഇനി വൈ ദ നെയിം, ബേസിൽ എന്നുള്ള നെയിം വരാൻ കാരണം എന്തായിരുന്നു, ദറ്റ് ഈസ് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, നമ്മൾ ബ്യൂറോ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പഠിക്കുക. ഓക്കെ, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് BIS ബാങ്ക് 1930 എന്ത് ചെയ്തത്, അത് സ്ഥാപിതമായത് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ സിറ്റി ആയിട്ടുള്ള ബേസിൽ അല്ലേ. സോ BIS ഓഫീസ് ഇൻ ബേസൽ, സ്വിറ്റ്സർലാൻഡ്. ഇനി വൈ ദീസ് നോംസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോറോവേഴ്സ് ഉണ്ട്. ഓരോ ബോറോവേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് റേസ് ചെയ്യുന്നുണ്ട്. ദെൻ ബാങ്ക് വെറൈറ്റി ഓഫ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ഹാവ് ടു കീപ് സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ എന്തായിട്ട് മാറ്റി വെക്കണം, സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ദ നോൺ റിക്കവറി റിസ്കുകൾ. ഓക്കെ, അപ്പോൾ ബാങ്ക് ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് ഇതിനെ മാറ്റി വെക്കണം. അതിന് നമ്മൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. സോ ടിൽ ഡേറ്റ് അതായത് നിലവിൽ 3 ബേസിൽ നോംസ് വരെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ബേസിൽ 4 വരെ എന്തുണ്ട് മാർക്കറ്റിൽ, ഐ മീൻ ഇന്റർനാഷണൽ ഇതിൽ നമുക്ക് എന്തുണ്ട് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബേസിൽ 4 വരെ. ഇനി ഈവൻ ഇന്ത്യ കോവിഡ് ടൈമിലൊക്കെയാണ് ബേസിൽ 3 എന്ത് ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ടിൽ നൗ 3 ബേസിൽ നോംസ് ഇപ്പം 4 കൂടി ആയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ബേസിൽ 1 മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ബേസിൽ 2 കൂടുതൽ ഫ്രെയിം വർക്ക്, കൂടുതൽ റിസ്കുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇനി ബേസിൽ 3 ഈ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഒന്നുകൂടെ എന്ത് ചെയ്തത്, ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, സോ ബേസിൽ 1 എങ്ങനെയാണ്, ബേസിൽ 1ൻ്റെ അകത്ത് 1988 ബേസിൽ 1 വരുന്നത് അല്ലേ. അപ്പോൾ അത് ഫോക്കസ് ഓഫ് ബേസിൽ 1 എന്തായിരുന്നു, എക്സ്ക്ലൂസീവ്ലി ക്രെഡിറ്റ് റിസ്കിനെയാണ് അവരെന്ത് ചെയ്തത്, മോണിറ്റർ ചെയ്തിരുന്നത്. അതായത് ബോറോവേഴ്സ്, കടം വാങ്ങിച്ച ആൾക്കാർ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ആ റിസ്ക്, അതിനാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ബേസിൽ 1 പ്രകാരം 8% ഓഫ് ദി റിസ്ക് വെയ്റ്റഡ് അസറ്റാണ് നമ്മൾ മിനിമം ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. സോ സെക്യൂരിറ്റി, കൊളാട്രൽ സെക്യൂരിറ്റി ഉള്ള ലോണുകൾക്ക് എന്തായിരിക്കും, റിസ്ക് വളരെ എന്തായിരിക്കും, കുറവായിരിക്കും, ലെസ് റിസ്കി ആയിരിക്കും. നേരെ മറിച്ച് കൂടുതൽ ഉള്ളതുണ്ടായിരിക്കും, കൂടുതൽ റിസ്ക് ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ റിസ്ക് വെയിറ്റ് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം. ഓക്കെ, ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 8 പകരം 9% ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കീ ടേംസ് ഓഫ് ബേസിൽ 1 നമുക്കറിയാം. CAR റേഷ്യോ, ദറ്റ് ഇസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ്സ് റേഷ്യോ ആണ് CRAR എന്ന് പറയും, അല്ലെങ്കിൽ CAR. ഓക്കെ, സോ രണ്ടും ഒന്ന് തന്നെ. ഇതിനകത്ത് Tier 1 ക്യാപിറ്റൽ നമുക്കറിയാം എന്താണ്, കോർ ക്യാപിറ്റൽ ആണ് അല്ലേ, നമ്മുടെ ഇക്വിറ്റി ഷെയർസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള റീറ്റൈൻഡ് ഏർണിങ്സ്, റിസർവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓക്കെ, ആദ്യത്തെ പ്രൈമറി ആയിട്ട് നമ്മളെ ലോസുകൾ ഫേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ക്വസ്റ്റ്യൻ വിത്ത് ദ ബാങ്ക് ഫേസസ് ഹെവി ലോസസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരായിരിക്കും, ഈ കോർ ക്യാപിറ്റൽ ആയിരിക്കും. ഇനി അടുത്ത Tier 2 ക്യാപിറ്റൽ നമ്മൾ സപ്ലിമെന്ററി ക്യാപിറ്റൽ, ലൈക്ക് റിവാലുവേഷൻ റിസർവ്, സബോർഡിനേറ്റ് ഡെപ്റ്റ് പോലെയുള്ള ഐറ്റംസ്. ഓക്കെ, അപ്പോൾ അതിന് Tier 2 ക്യാപിറ്റലിനകത്ത് വരുന്ന ഒരു അഡീഷണൽ പോലെ. ഇനി അപ്പോൾ ബേസിൽ 1ൻ്റെ പർപ്പസ് അവോയ്ഡ് ബാങ്ക് ഫെയിലിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല പ്രൊട്ടക്റ്റഡ് ആയിക്കൊണ്ട്, സേഫ് ആയിട്ടുണ്ട്, ഒരു എഫിഷ്യൻറ്റ് ബാങ്കിങ് സിസ്റ്റം ലോകത്ത് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ബേസിൽ 1ൻ്റെ. പക്ഷേ എല്ലാം വിചാരിച്ച പോലെ നടന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് 2004 ബേസിൽ 2 നോംസ് എന്ന് വേണ്ടി വന്നത്. അതിന് മെയിനായിട്ട് Pillar 1, Pillar 2, Pillar 3 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ Pillar 1 നമ്മൾ എന്ത് ചെയ്തു, റിസ്ക്, ക്രെഡിറ്റ് റിസ്ക് കൂടാതെ മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷൻ റിസ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു,
പറഞ്ഞിരിക്കും. ക്രെഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ ബോറോവറുമായി ബന്ധപ്പെട്ട്, മാർക്കറ്റ് റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. സോ ഇൻവെസ്റ്റ്മെന്റിൽ എന്തുണ്ടാവും, വാല്യൂ കുറയൊക്കെ ചെയ്യാം അല്ലേ. സോ ബിക്കോസ് ഓഫ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. അതുപോലെ ഓപ്പറേഷൻ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ ഒരുപാട് അല്ലേ ഫ്രോഡുകൾ, ബാങ്ക് എംപ്ലോയീസിന്റെ ഭാഗത്തുള്ള ഫ്രോഡുകൾ, സിസ്റ്റം ഫെയിലിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്ന റിസ്കുകൾ. അതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻ റിസ്ക്. ഓക്കെ, അതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടയർ 1 ക്യാപിറ്റൽ, ടയർ 2 ഷോർട്ട് ടേം ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ വിട്ടേക്കാം. പില്ലർ 2 എന്തായാലും സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്സും ഒരു സ്ട്രോങ് ഇന്റേണൽ പ്രോസസ് ഉണ്ടാവണം. റിസ്ക് അസസ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇന്റേണൽ ക്യാപിറ്റൽ അസസ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇന്റേണലി ബാങ്ക്. മൂന്നാമത്തത് മാർക്കറ്റ് ഡിസിപ്ലിൻ ആൻഡ് ട്രാൻസ്പെറൻസി. സോ പബ്ലിക്ലി ബാങ്ക് മസ്റ്റ് ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ ആൻഡ് റിസ്ക് റിലേറ്റഡ് ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്. അങ്ങനെ ബാങ്കിന്റെ ഇൻഫർമേഷൻസ് ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ട്, അതായത് ആരുടെയൊക്കെ ഡിസിഷൻസിനെയാണോ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ബാങ്ക് പബ്ലിക്കലി എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം. ഓക്കെ, അടുത്ത ബേസിൽ 3 നോംസ്. ബേസിൽ 3 നോംസിന്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ 2007, 2009 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഭാഗമായിട്ട് അതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 2010 ബേസിൽ 3 എന്ത് ചെയ്യുന്നത് 2010 നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പറഞ്ഞു ലിക്വിഡിറ്റി റിസ്ക് നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ലിവറേജ് റേഷ്യോ, അതുപോലെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിലേക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, എൻഹാൻസ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിൽ എന്തെങ്കിലും മെയിനായിട്ട് Tier 1 ക്യാപിറ്റലിൻ്റെ ലെവൽ ഇതിൻ്റെ അളവ് ഇതിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, 6% ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ, ഇതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യുക. ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ നമുക്ക് ഒരു 2.5% വേണം. ഇനി കൗണ്ടർ സൈക്ലിക്കൽ ബഫർ എന്ത് ചെയ്യുക, ഒരു 0 to 2.5% ഓപ്ഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം അല്ലേ. ഇനി എന്താണ് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ നമ്മളുടെ ഒരു മിനിമം ക്യാപിറ്റൽ കൂടാതെ എക്സ്ട്രാ നമ്മൾ കോമണിക്കേറ്റ് 2.5 വെക്കണം ടു കവർ ദ ലോസസ് ഡ്യൂറിങ് ദ എക്കണോമിക് ഡൗൺ ടേൺസ്. ഓക്കെ, അതായത് ഒരു മാർക്കറ്റിൽ സഡൻ ആയിട്ടുള്ള നമ്മൾ ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഒരു രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ട്രംപ് അങ്ങനെ US അല്ലേ, ഇതിപ്പോൾ ലോകത്തെ മേജർ എക്കോണമീസ് ഇപ്പോൾ നമ്മൾ അമേരിക്ക, ഇന്ത്യ ഒക്കെ നോക്കുകയാണെങ്കിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇത് അതെന്തെയും ഇന്ത്യയിലും ഇന്ത്യൻ മാർക്കറ്റിനെ, ഷെയർ മാർക്കറ്റിനൊക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ ബാങ്കിങ് സെക്ടറിലൊക്കെ ഒരു വലിയൊരു ഇടിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താ പറയുക ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കുന്ന എക്സ്ട്രാ ക്യാപിറ്റലാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടർ സൈക്ലിക്കൽ നമ്മൾ അഡീഷണലി 0 to 2.5% ഓപ്ഷനിലാണ്. സോ ഇത് വെൻ ഫേസിങ് എക്കണോമിക് സ്ട്രെസ് അല്ലെങ്കിൽ മറ്റ് സഡൻ ആയിട്ട് വരുന്ന ഇമ്പാക്റ്റുകൾ ബാങ്കിന് വരുന്ന അവരുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അത് ഓപ്ഷനിലാണ്, കാരണം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്യാപിറ്റൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഡിപ്പെൻസ് ബാങ്കിൻ്റെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ട് 0 to 2.5% കൗണ്ടർ സൈക്ലിക്കൽ ബഫർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബേസൽ 3 നമ്മുടെ മിനിമം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട് 10.5%. അതിൻ്റെ അകത്ത് 8% ബേസിക്കും 2.5 അഡീഷണൽ റിക്വയർമെൻറ്റും കൺസർവേഷൻ ബഫറായിട്ട്. ഇനി എങ്ങനെയാണ് Tier 1 Tier 2 ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇനി ലിവറേജ് റേഷ്യോ അല്ലേ. സോ ലിവറേജ് റേഷ്യോ മിനിമം ലിവറേജ് റേഷ്യോ അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം, 3% ഉണ്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ആണ് 3% ലിവറേജ് റേഷ്യോ. ദാറ്റ് ഈസ് ലിവറേജ് റേഷ്യോ എന്താണ്, Tier 1 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ കൺസോളിഡേറ്റഡ് അസറ്റ്. അതായത് ബാങ്കിന്റെ ടോട്ടൽ അസറ്റിന്റെ 3% എങ്കിലും ഏത് ഫണ്ടിലായിരിക്കണം, Tier 1 ഫണ്ട് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ അല്ലേ, നമ്മൾ സ്വന്തം ഓൺ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസ്, അറ്റ്ലീസ്റ്റ് 3% എങ്കിലും എന്ത് ചെയ്യുക ഓൺ ഫണ്ട് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ മറ്റ് ബാങ്കിൻ്റെ എഫിഷ്യൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ നമ്മളുടെ ലിക്വിഡിറ്റി കവറേജ് LCR ഒക്കെ ഒരു 30 ഡേയ്സിൻ്റെ ഉള്ള ഒരു സ്ട്രെസ്സിനെ, അത് 30 ദിവസത്തേക്കുള്ള ലിക്വിഡിറ്റി ഈ റിക്വയർമെൻറ്റ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള എന്തുണ്ടായിരിക്കണം, ഫണ്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കണം 30 ഡേയ്സിൻ്റെ. അപ്പം നെക്സ്റ്റ് 30 ഡേയ്സിൻ്റെ ഔട്ട്ഫ്ലോക്ക് തുല്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം, കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് ആയിട്ട്, അതായത് ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുക എന്നാണ് നിങ്ങൾക്ക് അറിയാം റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് മറ്റ് ലിക്വിഡ് ഫോർമാറ്റിൽ സോ ക്യാഷോ സെൻട്രൽ ബാങ്ക് റിസർവുകളോ സർട്ടൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട്, അതായത് അതിൽ എന്ത് സംഭവിക്കുന്നത്, നോ ലോസ് ഇൻ വാല്യൂ, അതായത്
നഷ്ടം വരരുത്. നമുക്കിപ്പോൾ ഒരു 50 കോടി രൂപ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം കൊടുത്ത് വീട്ടാനുണ്ടെങ്കിൽ നമ്മൾ ആ 50 കോടി രൂപ എന്ത് ചെയ്യണം, നമ്മളൊരു സ്ഥലത്ത് ക്യാഷ് ആയിട്ട് തന്നെ വെക്കണമെന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് റിസ്ക് ഉണ്ടാവരുത്. അതായത് 50 കോടി കുറയുന്നൊരു ഇതിലോട്ട് എന്ത് ചെയ്ത് വരരുത്. ലൈക്ക് ഒരു ഫിക്സഡ്, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് റിസർവുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ആകുമ്പോൾ റിസ്ക് ഇല്ല. നമുക്കൊരു ഫിക്സഡ് റിട്ടേൺ മാത്രമേ ഉണ്ടാവുള്ളൂ, റിസ്ക് കുറവാണ് അല്ലേ. അത്തരം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നെറ്റ് സ്റ്റാബിൾ ഫണ്ടിങ് റേഷ്യോ NSFR എന്ന് പറയും. അത് നമ്മളുടെ ബേസിൽ 3 വന്ന ഒരു അഡീഷണൽ റിക്വയർമെന്റ് ആണ്. ഇറ്റ് ഈസ് നെറ്റ് സ്റ്റാബിൾ ഫണ്ടിങ് റേഷ്യോ. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഹെഡിങ് എഴുതിയാൽ മതി. സോ സംഭവം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ മെഷർ ഡിസൈൻ ടു എൻഷുർ ദ ബാങ്ക് ഹാവ് എ സ്റ്റാബിൾ ഫണ്ടിങ് സ്ട്രക്ചർ ഫോർ ദെയർ അസറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് എൻഹാൻസിങ് ദ മീഡിയം ടൈം റെസിലിയൻസ് ഓഫ് 1 ഇയർ ഓഫ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കംബാക്ക്. നമുക്കൊരു പെട്ടെന്നൊരു എന്താ പറയുക ഇഷ്യൂസ്, ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ തിരിച്ചൊരു കംബാക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുക. അതാണ് സ്റ്റാബിൾ ഫണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു സ്ട്രക്ചറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫണ്ടിങ് സ്ട്രക്ചറാണ്. അതായത് ഹൈ റിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആകെ ലോക്കായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് നോക്കുക. NSFR require the bank to fund their operations through stable financing sources that remain reliable over at least 1 year horizon. Okay. So this long-term funding helps reduce the chance that a disruption in a bank funding sources would weaken its liquidity position, potentially triggering broader financial instability. അപ്പോൾ അത് ഫണ്ടിങ് സോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു 1 ഇയർ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുന്നതാവാം. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രശ്നം വരുമ്പോൾ ഉടനടി നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ലോസിലോട്ട് പോകുന്ന രൂപത്തിലുള്ള സ്ട്രക്ചർ അല്ലാതെ ഒരു സ്റ്റാബിൾ ആയിട്ടുള്ള സോഴ്സസുകൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതായത് ഒന്നുമില്ല, ലോങ് ടൈം ഫണ്ടുകൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് Tier 1 ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി എന്ത് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് ഓൺ ഫണ്ട് കയ്യിലധികം വേണം. അല്ല, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കയ്യിൽ കൂടുതൽ നമ്മൾ ലോൺ എടുത്തവരും കൂടെ ആണെങ്കിൽ അവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആകെ ഇല്ലാണ്ടാവും. ഓക്കെ. സോ നമ്മളൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ലോൺ നമുക്ക് തന്ന ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇപ്പം ആ പൈസ തിരിച്ചിട്ടണം എന്ന് പറയും അല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ ഈ കുറി കമ്പനികൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പൊട്ടുന്ന സീനുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും. ഓക്കെ. അതൊക്കെ എങ്ങനെയായിരിക്കും, ഒരു ചെറിയൊരു ന്യൂസ് വരക്കും ആ ഒരു സ്ഥാപനത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പൈസയുടെ കുറച്ച് ഷോർട്ടേജ് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്യും, പബ്ലിക് മുഴുവൻ വന്നിട്ട് അവരുടെ ഡെപ്പോസിറ്റ് ഒക്കെ പിൻവലിക്കണം എന്ന് പറയും. പിന്നെ കാണാൻ കല്ലെറിഞ്ഞിട്ട് ആ സ്ഥാപനം പൊട്ടിക്കുന്നതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വന്ന് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിൻ്റെ ഫണ്ടിങ് മുഴുവൻ ലോൺ ഫണ്ടിങ് ആണെങ്കിൽ അവിടെയും നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവുക ഫണ്ടിങ് സ്ട്രക്ചറിൽ, അതിൻ്റെ സോഴ്സസിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റാബിൾ ഫണ്ട്, ലോങ് ടൈം ഫണ്ടുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. ഇനി 30 ഡേയ്സ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ബേസിൽ 3 നമ്മളുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ദ മിനിമം കോമൺ ഇക്വിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ഇതിൽ 4.5% ഓഫ് ദി റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ത് ചെയ്യണം, കോമൺ ഇക്വിറ്റിയുടെ ഫോർമാറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി Tier 1 ക്യാപിറ്റൽ എത്ര ഉണ്ടാവണം, 6% ഉണ്ടാവണം. Tier 2 ക്യാപിറ്റൽ അപ്പോൾ എന്ത് 2% ആവുമല്ലോ. അതുകൊണ്ടല്ല 6 + 2 മാക്സിമം എത്ര 8%. അപ്പോൾ മിനിമം ടോട്ടൽ ക്യാപിറ്റൽ എത്ര ഉണ്ടാവണം, 8% ഉണ്ടാവണം. അതിൻ്റെ അകത്ത് Tier 1 6 ഉണ്ടാവണം, കോമൺ ഇക്വിറ്റി 4.5 ഉണ്ടാവണം. ഇനി ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ 2.5, ദെൻ മിനിമം ടോട്ടൽ ക്യാപിറ്റൽ പ്ലസ് രണ്ടും കൂടെ ചേർന്നിട്ട് എത്ര 10.5. ഇനി ഈ ഒരു ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ 100%, നെറ്റ് സ്റ്റാബിൾ ഫണ്ടിങ് റേഷ്യോ 100% ഉണ്ടായിരിക്കാം. ഇത് നമ്മൾ ബുക്കിലൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിൽ ലിവറേജ് റേഷ്യോ 3%. ഓക്കെ. ലിവറേജ് റേഷ്യോ ഇവിടെ നോട്ട് ചെയ്യുക, ലിവറേജ് റേഷ്യോ 3%. ഇനി ഇന്ത്യയിൽ ഇത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ. അപ്പോൾ അത്ര ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഫുൾ നോളജ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. നമ്മൾ മിനിമം എക്സാമിന് MCQ ലെവലിൽ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു പെർസെൻറ്റേജുകൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു ബേസൽ 2ൻ്റെ 3 പില്ലറൊക്കെ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ ഒബ്ജക്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡയറക്റ്റ് തിയറി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലോജിക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ ടോപ്പിക്ക് പറയുന്നത്, ഇത് ബാങ്കിൻ്റെ റിസ്ക് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, ബാങ്ക് തകരാതിരിക്കുക. ഓക്കെ. ബാങ്ക് എന്താ പറയുക, നല്ലൊരു ക്രെഡിറ്റ് അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ കൊടുത്ത് തിരിച്ചു കിട്ടാനുള്ള ആ ഒരു ക്രെഡിറ്റ് റിസ്ക്കും മാർക്കറ്റിലെ മാർക്കറ്റ് റിസ്കുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ റിസ്കുകളൊക്കെ എന്ത് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ക്യാപിറ്റൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക എടുത്ത് മാറ്റി വെക്കുക. എന്താ പറയുക, ഒരു കുഷ്യനായിട്ട് നമ്മൾ
അബ്സോർബ് ചെയ്യാനായിട്ട്, ലോസസ് എന്ത് ചെയ്യാനായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്വന്തം ഫണ്ട് അധികം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ട് Tier 1 ക്യാപിറ്റൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് തന്നെ കോമൺ ഇക്വിറ്റി 4.5% അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ലോജിക്ക്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളിത് വായിക്കുകയാണെങ്കിൽ, പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് മെമ്മറിയിൽ കുറച്ച് നിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്ര ടഫ് ആണോ വെച്ചാൽ ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഒരു ബാങ്കിങ് എക്സാമിനൊക്കെ പഠിക്കുമ്പോഴാണ് അത്രയും ഇൻഡെപ്ത് ആയിട്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈവൻ IAS പോലുള്ള മറ്റ് ഇതിനൊക്കെ ഇത് പഠിക്കാനുണ്ട്, ഈ ടോപ്പിക്കുകളൊക്കെ. നമ്മൾ അങ്ങനത്തെ ഒരു എക്സാമുകൾ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലൊരു എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓക്കെ അത്രയും ഡീപ്പായിട്ടൊക്കെ പോവാം. ഒരു CMA ഫൈനൽ പോലത്തെ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ MCQന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പെർസെൻറ്റേജിലൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ആ ഒരു ബേസൽ 2ൻ്റെ ആ ഒരു 3 പില്ലറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, യെസ്.